ഹലോ ഫ്രണ്ട്സ്, ഇന്ന് മുട്ട കൊണ്ടുണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് എഗ് ലോലിപോപ്പ്. കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന നല്ലൊരു ട്രീറ്റാണിത്. ഞാൻ ലിഷ, വെൽക്കം ടു മൈ ചാനൽ ദ കോഫി മഗ്. എഗ് ലോലിപോപ്പ് ഉണ്ടാക്കുന്നതിനായി ആദ്യം നമുക്ക് മുട്ടയൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 6 പുഴുങ്ങിയ മുട്ടയാണ്. പുഴുങ്ങി ചൂടാറിയതിന് ശേഷം തോടെല്ലാം പൊളിച്ച് കളഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഗ്രേറ്ററിൻ്റെ വലിയ ദ്വാരമുള്ള ഭാഗത്ത് വെച്ചാണ് ഗ്രേറ്റ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗ്രേറ്റർ ഇല്ലെങ്കിൽ മുട്ട ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. ഇതുപോലെയാണ് മുട്ട കിട്ടേണ്ടത്. ഇനി നമുക്ക് ബാക്കിയുള്ളവയും ഇതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ 6 മുട്ടയും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസുള്ള സവോള ചെറുതായി അരിഞ്ഞത്. ഇത് അളന്ന് നോക്കിയപ്പോൾ അളവ് കപ്പിന് 1/2 കപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. 1 ടേബിൾ സ്പൂൺ പൊടിയായി അരിഞ്ഞ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളി, 1 പച്ചമുളക് അരിഞ്ഞത്. മുളകിന് എരിവ് കുറവാണെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ്. ഇനി പൊടികളായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, ചോപ്പ് ചെയ്ത 2 ടേബിൾ സ്പൂൺ മല്ലിയില. ഇവയെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് താല്പര്യമില്ലെങ്കിൽ 1 തണ്ട് കറിവേപ്പില പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുത്താലും മതി. അതിനും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ എല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 2 ടേബിൾ സ്പൂൺ മൈദ, ഇവ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അമർത്തി കുഴച്ചെടുക്കാം. നമ്മളിതിലേക്ക് ചേർക്കുന്ന കോൺഫ്ലോറും മൈദയും ഒക്കെയാണ് ഉരുട്ടുമ്പോൾ ഇതിനെ ബൈൻഡ് ചെയ്ത് നിർത്തുന്നത്. നല്ലതുപോലെ അമർത്തി കുഴച്ചെടുക്കണേ. പുഴുങ്ങിയ മുട്ട കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെ ലോലിപോപ്പ് ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടും. എത്ര വേണമെങ്കിലും കഴിച്ചോളും. അപ്പോൾ നിങ്ങളും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇപ്പോൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ഉരുളകളായി ഉരുട്ടിയെടുക്കാം. അതിനു മുൻപ് കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടണം. ഒത്തിരി വലിയ ഉരുളയാക്കണ്ട കേട്ടോ, ചെറിയ സൈസിൽ ഉരുട്ടിയെടുത്താൽ മതി. ഈ ഒരു വലിപ്പം മതി. ഇതിൻ്റെ തൂക്കം നോക്കിയപ്പോൾ 25 ഗ്രാം ഉണ്ടായിരുന്നു. ഇതുപോലെ തന്നെ ബാക്കിയുള്ളവയും ഉരുട്ടിയെടുക്കണം. അടുത്തത് നമുക്ക് ഒരു ബൗളിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായി അടിച്ചെടുക്കാം. ഒരു വിസ്കോ ഫോർക്കോ വെച്ചിട്ട് നന്നായി അടിച്ചെടുക്കാം. മുട്ട നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുട്ടി വെച്ചിരിക്കുന്ന ബോൾസ് മുട്ടയിൽ മുക്കിയെടുക്കണം. ഇനി നമുക്ക് ബ്രെഡ് ക്രംസിൽ നന്നായി കോട്ട് ചെയ്തെടുക്കണം. അളവ് കപ്പിന് 1/2 കപ്പ് ബ്രെഡ് ക്രംസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളവയും റെഡിയാക്കിയെടുക്കാം. ഇനി നമുക്കിവ ഫ്രൈ ചെയ്തെടുക്കണം. അതിന് ഞാനിവിടെ ഒരു പാനിൽ വെജിറ്റബിൾ ഓയിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ തീ മീഡിയത്തിൽ വെക്കണം. എന്നിട്ട് ബോൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒത്തിരി തിക്കി നിറച്ചിട്ട് കൊടുക്കണ്ട കേട്ടോ, ഫ്രൈ ആയി കിട്ടാൻ സമയമെടുക്കും. ഒരു 15 സെക്കൻഡൊക്കെ ആവുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്യാനായി എപ്പോഴും ഇതുപോലെ നോൺ സ്റ്റിക്ക് പാൻ എടുക്കുന്നതായിരിക്കും നല്ലത്. മറ്റു പാത്രമാണെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ തിരിച്ചും മറിച്ചുമിട്ട് ഡാർക്ക് ഗോൾഡൻ കളർ ആകുന്നതുവരെ ഫ്രൈ ചെയ്യണം. ഇപ്പോൾ ബോൾസ് എല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. എനിക്കിവിടെ ഈ മിക്സിൽ നിന്ന് ഈ അളവിൽ 16 ബോൾസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കിവ ടിഷ്യൂ വിരിച്ചൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ളവയും ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്യാം. ഇപ്പോഴെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊരെണ്ണം പൊളിച്ച് നോക്കാം. ഇനി ഇതിലേക്ക് ഒരു സ്റ്റിക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ എഗ്ഗ് ലോലിപോപ്പ് റെഡി ആയിട്ടുണ്ട്.
ചായയുടെ കൂടെ ചെറു ചൂടോട് കൂടി കഴിക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്കാണിത്. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്